ഹലോ എല്ലാ കൂട്ടുകാർക്കും സൈഗസുഷന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് രാവിലെ ഞായറാഴ്ച ദിവസം. അപ്പൊ ഞങ്ങളുടെ ഞായറാഴ്ച ദിവസം എങ്ങനെയൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കിയാലോ കൂട്ടുകാരെ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പൊ നമ്മള് പള്ളി പോവാനൊക്കെ റെഡിയായി. മീനുക്കുട്ടിയുടെ റോഡിൽ ഇറങ്ങി നിൽക്കാനുണ്ടോ? പള്ളി പോവാം. പള്ളി പോകണം ഞാൻ കാണിച്ചു തരാം. പള്ളി നമ്മൾ കാണിച്ചു തരാം. നമ്മൾ ഇന്നൊരു പുതിയ പള്ളിയിലാണ് പോകുന്നത്. മീനുട്ടി എവിടെ പോണ? ഏത് പള്ളിയില്? ആഹാ, ആദ്യമായിട്ടല്ലേ പോണ? അതെ, ഇതാണ് നമ്മളെ കുട്ടൻ. നമ്മളെ കുട്ടനെ നമ്മൾ ഒരാഴ്ചയായിട്ട് ഇറക്കിയായിരുന്നു. അപ്പോൾ നമ്മൾ ഇതിലാണെന്ന് പോണത് അല്ലേ ബാബാച്ചി? അതെ അതെ. അങ്ങനെ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് പാണയത്തുള്ള മലങ്കര പള്ളിയിലാണ് കേട്ടോ. മലങ്കര സിറിയൻ കാത്തലിക് പള്ളിയിലാണ്. അവിടെ നിന്ന് നമ്മൾ നേരെ നമ്മുടെ തൊട്ട് ബാക്കിൽ മാമി താമസിക്കുന്നുണ്ട്. അങ്ങനെ മാമിയെ കാണാൻ വേണ്ടി മേലോട്ട് പോവാണ്. നമുക്കൊരു കട മൊത്തത്തിൽ വാങ്ങിച്ചു കൊടുക്കാം. ഇതാണ് പോകുന്ന വഴി. മാമിയെ വിട്ടുവിട്ട് തൊട്ട് ബാക്കിലുള്ള വീട് തന്നെയാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പുറത്തിറങ്ങി. ജോലിയുണ്ട്, കല്ലൊക്കെ എടുത്ത് ആ സ്റ്റെപ്പൊക്കെ വൃത്തിയാക്കി തൂത്തകിടുന്നു. അങ്ങനെ നമ്മള് വീടെത്തി. മീനുക്കുട്ടി ഇനി ഇവിടെ കുറേ പണികളുണ്ട് കേട്ടോ. എന്തായാലും ഉച്ചത്തെ ആഹാരമൊക്കെ കഴിഞ്ഞു. ഉച്ചയ്ക്ക് പള്ളിയിൽ കഞ്ഞി ഉണ്ടായിരുന്നു. കഞ്ഞി, മാങ്ങാച്ചാറ്, ചമ്മന്തി അതൊക്കെ കഴിച്ചു. അതുകൊണ്ട് ഇനി ഉച്ചത്തേക്ക് ഒന്നും കഴിക്കണ്ട കേട്ടോ. ജോലിക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുത്താൽ മതി അല്ലേ വീരു? ഇന്നിന് ഉച്ചത്തേക്കൊന്നും വേണ്ട. അങ്ങനെ മീനുട്ടി ബാവച്ചിയും മീനുട്ടിയൊക്കെ വന്നതിന് ശേഷം തുണിയൊക്കെ പറക്കിയൊക്കെ ഒതുക്കുന്നുണ്ട്. ഇവിടെ ബാവച്ചി വന്നേ. വളയും കമ്മലൊക്കെ ഊരി വെച്ചു. ഓ ശരി, ഓക്കെ. അപ്പം നമുക്ക് ഇനി നമ്മുടെ അടുത്ത സെക്ഷനിലോട്ട് പോവാം. വലിയ നമ്മുടെ കുടുംബ വീട്ടിൽ പോയ സമയത്തെ അമ്മ തന്നുവിട്ടതാണ് കേട്ടോ ഈ മാങ്ങ. യെസ്, നാടൻ മാങ്ങ. സൂപ്പർ മാങ്ങയാണ് കേട്ടോ. തിന്ന് കാണിച്ചു തരാം. അടിപൊളി. അപ്പോൾ കൂട്ടുകാരെ, ഇനി അടുത്ത പണി എന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് ബിരിയാണി വെക്കാൻ വിചാരിച്ചിട്ടോ. അപ്പോൾ കുറേ ദിവസം കൊണ്ടേ വിചാരിക്കുന്നു കേട്ടോ ബിരിയാണി വെക്കണമെന്ന്. അപ്പോൾ ഇന്ന് എന്തായാലും ഞായറാഴ്ച എല്ലാവരും വീട്ടിലുണ്ട്. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ആഹാരം ബിരിയാണി ആക്കട്ടെ എന്ന് വിചാരിച്ചോട്ടോ. കുറച്ചേ ഉണ്ടാക്കുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതിനിതാ നമ്മൾ ബിരിയാണി അരി വേവിക്കാനായിട്ട് ഒരു പാത്രം എടുത്ത് അതിലിതാ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ബിരിയാണി അരി എടുത്തിട്ടുണ്ട് കേട്ടോ കഴുകാനായിട്ട്. ചെറിയ അരിയാണ്, നീളൻ അരിയല്ല, ചെറിയ അരിയാണ് വാങ്ങിച്ചത്. അങ്ങനെ നമ്മൾ അരിയൊക്കെ കഴുകി നമ്മൾ വെള്ളം ചൂടായ പാത്രമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പട്ട, ഗ്രാമ്പു, ഉപ്പ് എല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് അടുത്തൊരു ചീനച്ചട്ടി വെച്ച് അതിലേക്ക് നമ്മൾ നെയ്യ് വീട്ടി കൊടുത്തിട്ട് ചെറുതായിട്ട് സവാള അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അങ്ങനെ നമ്മളെ സവാളയൊക്കെ വഴറ്റിയെടുത്തു. അതിന് ശേഷം നെയ്യിലിതാ നമ്മൾ അടുത്ത് നമ്മുടെ ബീൻസ് ഇട്ട് കൊടുത്തിട്ടുണ്ടേ. ബീൻസിന് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിരുന്ന ക്യാരറ്റും ഒരു പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടേ. അതിലേക്ക് നമ്മൾ ഒരല്പം ബിരിയാണി മസാല കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടേ. ഒരു നുള്ളു ചിക്കൻ മസാല, അപ്പൊ കൂട്ടുകാരെ, ഇനി നമുക്ക് നമ്മുടെ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് മുമ്പായിട്ട് നമുക്ക് ഒരു സാധനം വറക്കാണ്. ഒരു സാധനം വറക്കാണ് കേട്ടോ. നമ്മൾ മറന്നു. ഇതിലിട്ട് വറക്കാം. അണ്ടിപ്പരിപ്പും മുന്തിരി വറുത്തെടുക്കാൻ മറന്നുപോയി. ഇനിയിപ്പോൾ ഇതിലിട്ട് വറുത്ത് കോരി എടുക്കാം. കുറച്ച് നെയ്യിൽ നമ്മൾ അണ്ടിപ്പരിപ്പും മുന്തിരിയും സവാളയും പിന്നെ നമ്മുടെ മസാല, ക്യാരറ്റ്, ബീൻസ് നമ്മൾ തയ്യാറാക്കി വെച്ച് നമ്മുടെ മസാല കൊടുക്കും. ഞങ്ങൾ ഇങ്ങനെയാണ് ബിരിയാണി തയ്യാറാക്കുന്നത്. ഇങ്ങനെ ഉണ്ടാക്കും, അല്ലാതെ എല്ലാം കൂടെ ചോറിലിട്ട് വേവിച്ച് അങ്ങനെ ഉണ്ടാക്കും കേട്ടോ. അപ്പം ഇന്ന് ഇങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഓരോ ദിവസം ഓരോ മോഡലല്ലേ ഏട്ടാ. ഓരോരുത്തരും അവരവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിലാണല്ലോ ഉണ്ടാക്കുന്നത്. ഞങ്ങൾ ഇന്നിങ്ങനെ ആയിക്കോട്ടെ ബിരിയാണി എന്ന് വിചാരിച്ചു.
സവാളയും ബീൻസും കൂടിപ്പോയേട്ടോ. കുഴപ്പമില്ല, നല്ല ഹെൽത്തി ആയിട്ട്. ക്യാരറ്റും ബീൻസും ഓക്കെ, ഇത്രയേ ഉള്ളൂ കേട്ടോ. അച്ഛൻ്റെ കൈ പുണ്യൊരു ടേസ്റ്റ് ആയിരിക്കുന്നു. മീനും ആദ്യമേ പറഞ്ഞു. ബിരിയാണി ഉണ്ടാക്കി കഴിഞ്ഞാൽ അടുത്ത പരിപാടിയാണല്ലോ നമ്മുടെ പപ്പടം പൊരിച്ചെടുക്കുക. അങ്ങനെ നമ്മൾ പപ്പടം പൊരിച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ ബിരിയാണിയുടെ കൂടെ കഴിക്കാനായിട്ട് കുറച്ച് പപ്പടം കൂടി പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് കുറച്ച് സോയാബീൻ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് വെള്ളം ചൂടാക്കി ആ തിളച്ച വെള്ളത്തിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കനൊന്നും ഉപയോഗിക്കത്തില്ലല്ലോ. അപ്പോൾ വിചാരിച്ചു ഈ സോയാബീൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ അത് ആ ചൂടുവെള്ളത്തിൽ കിടന്ന് റെഡിയായി വരട്ടെ. അതിനുശേഷം നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മുടെ വണ്ടിയുടെ സൗകര്യത്തിനായിട്ട് ഒരു ടാർപ്പൊക്കെ ഇട്ടാന്നും പറഞ്ഞിറങ്ങി കേട്ടോ. എല്ലാ ദിവസവും ഉച്ച കഴിഞ്ഞാലൊക്കെ മഴയാണല്ലോ. അപ്പോൾ വണ്ടിയൊക്കെ കിടന്ന് നനയുമല്ലോ. അതുകൊണ്ട് നമ്മൾ ടാർപ്പേ ഉണ്ടായിരുന്നു, അതിവിടെ കെട്ടാന്നും പറഞ്ഞ് ഞങ്ങൾ 3 പേരും കൂടെ ഇപ്പം വെളിയിൽ ഇറങ്ങി നിൽക്കുകയാണ് കേട്ടോ. അടിപൊളി മഴ, അടിപൊളി മഴ. ഓ, ഈ മനുഷ്യനാ അടുത്ത് പറഞ്ഞിട്ടുള്ള മഴ എത്ര പനി പിടിച്ചു എന്തിരി. ഓക്കെ ചേട്ടാ, ടാർപ്പൊക്കെ കെട്ടി അകത്ത് കയറി തുടങ്ങി. മഴ തുടങ്ങി കേട്ടോ. വലിയ മഴയല്ല, എന്നാലും മഴ തുടങ്ങി കേട്ടോ. ഇടിവെട്ടുണ്ട്, ചെറിയ രീതിയിൽ ഇടിവെട്ടുണ്ട്, മഴയും ഉണ്ട് കേട്ടോ. മഴ പെയ്യുന്നുണ്ട്. സോയാബീൻ ഫ്രൈ ചെയ്യാൻ പോവേണ്. മഴ എന്ന് പറഞ്ഞാൽ പെരുമഴ. നമ്മൾ അകത്ത് കയറി അടുത്ത് നമ്മുടെ ബിരിയാണിയുടെ പണി തുടങ്ങിയിട്ടുണ്ട്. കണ്ടാ മഴ പെയ്തോണ്ടിരിക്കണ കണ്ടാ. അങ്ങോട്ട് പോയി കാണിച്ചു. കണ്ടു കൂട്ടുകാരി, എപ്പോഴും മഴ. വെള്ളം തോട് പോലെ ഒഴുകാണ് കേട്ടോ. റോഡിലോട്ട് ഒഴുകി പോവുകയാണ് കേട്ടോ. കണ്ടോ നമ്മളെ റോഡ് കണ്ടോ ചേട്ടാ? തോടല്ല, റോഡ് നോക്കാനായിട്ടാ. ഞാൻ റോഡിന്റെ വീഡിയോ എടുക്കാനായിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയതാണ് കേട്ടോ. കണ്ടോ റോഡിലൊക്കെ വെള്ളം എന്ന് പറഞ്ഞാൽ നല്ല വെള്ളം ഉണ്ട് കേട്ടോ. ഇത്ര പെരും മഴ കേട്ടോ. ഇങ്ങനെ നമ്മള് ഫ്രൈ വച്ചൊക്കെയാണ് കേട്ടോ. ഇതുവരെ റെഡി ആയിട്ടില്ല, ഒന്നും അറിയാൻ പാടില്ല. കറണ്ടൊക്കെ പോയി ഗായ്സ്. സോയാബീൻ ഫ്രൈയും റെഡിയായേ. അതിലേക്ക് ചേട്ടൻ കുറച്ച് കഴിക്കാനായിട്ട് കുറച്ച് സവാളയും ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അങ്ങനെ ചേട്ടൻ നമുക്ക് കഴിക്കാൻ വേണ്ടി എല്ലാം ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് കഴിക്കാനായിട്ട് പ്ലേറ്റും സലാഡ്, നാരങ്ങച്ചാറ്, പപ്പടം അത് ബക്കറ്റ് ഇരിക്കുന്നു, കുടിക്കാനുള്ള വെള്ളം, ബിരിയാണി എല്ലാം കൊണ്ടുവച്ചോട്ടെ. ഫ്രൈയും കൂടി എടുത്താൽ മതിയേ. സോയാബീൻ ഫ്രൈ ചേട്ടൻ ഒരു പാത്രത്തിലോട്ട് എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അതെന്താ ഇവിടെ കൊണ്ടുവന്ന് വെച്ചു. അപ്പൊ ചോറ് വിളമ്പി, അച്ചാറ്, നാരങ്ങ അച്ചാറ്, പിന്നെ അടുത്തതായിട്ട് സലാഡ്, പപ്പടവും വന്നു, സോയാബീൻ ഫ്രൈയും. മതി ചേട്ടാ, മതി. സവാളയും കൂടെ വെച്ചോളൂ. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് കഴിക്കാം. മീനുകുട്ടിക്കും വിളമ്പി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ഇവിടെ കറണ്ട് ഇല്ല കേട്ടോ. നല്ല മഴ, പുറത്ത് നല്ല മഴ. നമ്മളിവിടെ ബിരിയാണി കഴിക്കുന്നു, അല്ലേ മീനുകുട്ടി? അങ്ങനെ ഞായറാഴ്ചത്തെ, അതെ, ഞായറാഴ്ചത്തെ ഞങ്ങളുടെ സ്പെഷ്യൽ ബിരിയാണി. മഴയത്തൊരു ബിരിയാണി കഴിക്കൽ. ഇപ്പൊ കഴിക്കാം. ഫോണിലെ വെട്ടത്തിലാണ് ഇതൊക്കെ നടക്കുന്നത് കേട്ടോ. കറണ്ടൊന്നും ഇല്ല. കറണ്ടില്ലാത്ത കാരണം വെട്ടത്തിനായിട്ട് ചേട്ടൻ ഇവിടെ ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. വെട്ടം വേണ്ടേ? ഇപ്പൊ ഈ മെഴുകുതിരി വെട്ടത്തിൽ ഇരുന്ന് വേണം കഴിക്കാനായിട്ട്. അടിപൊളി ഗേസ്. പാത്രത്തിൽ നിന്നെല്ലാം ക്ലീൻ ചെയ്തത് കഴിച്ചു തീർന്നു. ചേട്ടനും കഴിച്ചു തീർന്നു. മീനുകുട്ടിക്ക് ഇത്തിരി കൂടി ഉണ്ട് കേട്ടോ കഴിക്കാനായിട്ട്. ആ ചേട്ടൻ കഴിച്ചും കഴിഞ്ഞു, പാത്രവും കഴുകി വെച്ചു. കൂട്ടുകാരെ അങ്ങനെ 6 മണിയായി കേട്ടോ. അപ്പം ഞാൻ ഇവിടെ പിന്നെ ഒരു ലൈറ്റ് ഇടണമായിരുന്നു. അങ്ങനെ ഇവിടെ ഒരു ലൈറ്റൊക്കെ ഇട്ടു. അതിൻ്റെ സ്വിച്ചൊക്കെ ഇവിടെ കുറേ സ്വിച്ചുകളൊക്കെ അറേഞ്ച് ചെയ്ത് വെച്ച്. അപ്പം ഇതെല്ലാം അല്ലാതെയൊക്കെ കിടക്കുകയായിരുന്നു. അപ്പം ഇതെല്ലാം ഒതുക്കിയതിന് ശേഷം നേരെ നമ്മളൊരു കട്ടനൊക്കെ ഇട്ട് വാവച്ചി ഉറക്കമായിരുന്നു. വാവച്ചിനെ വിളിച്ചതാ നോക്കിയേ, കട്ടന് മുന്തിരി കൊത്തും. ഇനി മീനൂട്ടി എന്നോടെ വിളിക്കണം കേട്ടോ. മീനൂട്ടി അങ്ങനെ ഉറക്കത്തിൽ നിന്ന് വന്ന് ഇരിക്കുകയാണ്. എന്തെങ്കിലും കുടിക്കാൻ മെനു എന്തെങ്കിലും കുടിക്കാൻ ഇവിടെ വന്നിരിക്കണ?
കട്ടൻ വേണ്ട കട്ടൻ വേണ്ട വേണ്ടേ? ഓ ശരി, ഓക്കെ. ഉറക്കം ഓക്കെ ആയാ? അങ്ങനെ നമ്മൾ ഇവിടെ മാവൊക്കെ ആട്ടി വെച്ചു കേട്ടോ. അതാ അപ്പത്തിനുള്ള മാവെല്ലാം ആട്ടി വെച്ച്. അപ്പോൾ അതിനുശേഷം നമ്മളിതാ ഇവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കിയൊക്കെ ചെയ്തു കേട്ടോ. വൃത്തിയാക്കി കഴിക്കാനുള്ളതെല്ലാം കഴിച്ച് നമ്മളിതാ ഇവിടെ എല്ലാം ഇങ്ങനെ ഒഴുക്കിയൊക്കെ വെച്ചിരിക്കുകയാണ്. പാത്രങ്ങളെല്ലാം പറക്കി വാവച്ച് കഴുകിയൊക്കെ വെച്ച് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് മരുന്നൊക്കെ കഴിച്ചതിന് ശേഷം എന്താ വാവച്ചിക്ക് തൈരം കൊണ്ടുവച്ചിട്ടുണ്ട്. ചൂടാക്കി വെച്ചിരിക്കുന്ന തൈരം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. ഞങ്ങളുടെ ഞായറാഴ്ച ദിവസം ഇങ്ങനെയൊക്കെ ആയിരുന്നു. വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുതേ കൂട്ടുകാരെ. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.